ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് ഈദ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. 1-2 റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് മോൾക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചതായിരുന്നു. അത് തലേന്ന് രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊറോണ ഇഷ്യൂ കാരണം പുറത്തൊന്നും ഇറങ്ങാത്തതുകൊണ്ട് റൂമിനുള്ളിൽ തന്നെയാണ് ഫുൾ കളിയൊക്കെ. അവളെപ്പോഴും പറയും വീട് വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ്. എല്ലാ ഈദിനും അവൾക്കും അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഫ്രണ്ട്സിനൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മളിവിടെ UAE-യിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 5:45 ഈദ് നമസ്കാരം. അപ്പോൾ നമസ്കാരത്തിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കി. മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. മാവൊക്കെ തലേന്ന് രാത്രി തന്നെ അരച്ച് സെറ്റാക്കി വെച്ചിരുന്നു. ഇതിൽക്ക് ഒരു ചട്ടിനി കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് സുർബിയാൻ ബിരിയാണിയും അതുപോലെ തന്നെ ഒരു മാംഗോ പുഡിങ്ങും ആട്ടോ ഉണ്ടാക്കുന്നത്. ലഞ്ചിന് ശേഷം കഴിക്കാനുള്ളതായതുകൊണ്ട് ആദ്യം തന്നെ പുഡിങ് റെഡിയാക്കി വെച്ചു. ഇതിൻ്റെ റെസിപ്പി വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ സുർബിയാനാണ് ലഞ്ചിന് ഉണ്ടാക്കുന്നത്. ഇതൊരു അറബിക് ഡിഷാണ്. അറബിക് കല്യാണങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണിത്. ഇത് സാധാ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ, വളരെ ഈസിയാണ്. ഇതിലേക്കുള്ള ചിക്കന് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം 1 കിലോൻ്റെ ചിക്കനാണ്. ഇത് നമുക്ക് വലിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് 4 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം.
ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടി വേണം. ഇത് വലുതായതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ 2-3 എടുക്കാം. ഇനി ഈ ഫുൾ സവാളയും നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻക്കുള്ള മസാലയാണ് ഇനി ഇവിടെ കാണിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പകുതി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ചിക്കൻക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ഇതിലേക്ക് 1 കപ്പ് തൈര് കൂടി വേണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തുകൊണ്ട് 1/4 കപ്പ് തൈര് ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ 1/2 കപ്പ് മതിയാവും. മസാല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തൈര് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ സുർബിയാൻ റൈസിലേക്ക് ലോങ് ബസ്മതി റൈസാണ് യൂസ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. നമുക്ക് സുർബിയാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനും പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ കുക്ക് ചെയ്തിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. നോർമലി സുർബിയാൻ വെക്കുമ്പോൾ ചിക്കൻ അധികം വേവിക്കാതെ പകുതി വെന്ത അരി ചിക്കൻ്റെ മുകളിലിട്ട് ദം ചെയ്തിട്ടാണ് സുർബിയാൻ തയ്യാറാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ചിക്കൻ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കനിൽ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ കുറവായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അരി വേവിച്ചെടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, കുരുമുളക് ഇവ ചേർത്ത് കൊടുക്കാം. അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിലേക്കുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബിരിയാണിക്കൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ അരി ഒരു 1/4 വേവായി കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുക്കാം. ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഇതിൽ നിന്നും എടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ പകുതി മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈഡ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് ചിക്കൻ്റെ മുകളിലിട്ട് ചെറു തീയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. ചിക്കൻ സുർബിയാൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുഡിങ്ങൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി. മാങ്ങയൊക്കെ കിട്ടുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ്ങാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈദ്. നോർമലി ഈദിൻ്റെ അന്ന് വൈകുന്നേരം നമ്മൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാറുണ്ട്. ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എല്ലാം ശരിയാവട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് വഴി ചോദിക്കാം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.